രണ്ടാളും കൂടി ശൃംഗരിച്ച് നിൽക്കാണല്ലേ. ഒന്നുണ്ടായി നിവർന്ന് നടന്നു തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പേ രണ്ടാമത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടേ. ഒന്നും പറയല്ല അമ്മേ. അയ്യോ, പാലങ്ങോട്ട് തിളച്ച് മറിയണോ. എന്നിട്ട് അമ്മയ്ക്ക് അത് വാങ്ങി വെക്കായിരുന്നില്ലേ? പിന്നെ എന്തിനാടി നിന്നിങ്ങോട്ട് കെട്ടിയെടുത്തത്? അത് വാങ്ങി വെച്ചെന്ന് കരുതി അമ്മയുടെ കയ്യിലെ വളയൊന്നും ഊരി പോവില്ലല്ലോ. ഊരി പോവാനും പൊട്ടി വീഴാനും നിന്റെ ദേഹം മുഴുവൻ പൊന്നിട്ടിട്ടല്ലടി നിന്റെ വീട്ടുകാര് നിന്നിങ്ങോട്ട് അയച്ചത്. മൂദേവിയല്ല, മാധവി. അതാ എന്റെ പേര്. കാലമാടത്തിയല്ല, നാരായണി. അതാ നിങ്ങളുടെ പേര്. അത്രയ്ക്കായോടെ നീ? എടാ, നീ ഇങ്ങനെ കുന്ത പിഴിക പറഞ്ഞ് നോക്കി നിൽക്കണ്ട. അവിടെ കാരനെ കുറ്റി എന്താ അടിച്ചു പഠിക്കണേ? ഈ തള്ളയുടെ ശരീരത്തിൽ ഏതോ പിശാച് കേറിയിട്ടുണ്ട്. ഒരു ചൂലെടുത്ത് 4 തല്ലു കൊടുക്ക. ബാധ ഒഴിയട്ടെ. ബാധ നിന്റെ അമ്മയ്ക്കാടി. എന്റെ അമ്മയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞേടി നിന്റെ അമ്മ, നിന്റെ അമ്മൂമ്മ, നിന്റെ അമ്മൂമ്മേരെ അമ്മ. ഇല്ല, കല്യാണം കഴിഞ്ഞാ ഭാര്യ താമസിക്കേണ്ടത് ഭർത്താവിന്റെ കൂടെയാ. നമ്മുടെ കൂടെ താമസിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഈ തള്ളക്ക് ഇറങ്ങി പോയിക്കൂടെ? നീ പറമ്പ് എന്റെ പേര് കിടക്കുക. നീ ഇവിടെ എന്റെ പിച്ച പൊറുക്ക. ഇന്നോടെ ഇറങ്ങിക്കൊള്ള ഇവിടുന്ന്. വലിഞ്ഞു കയറി വന്നൊന്നും അല്ല ഞാൻ. കത്തുന്ന നിലവിളക്കിന് മുന്നിലൂടെ വലുതുകാരി വെച്ചാ ഇങ്ങോട്ട് കയറിയത്. വന്ന വഴി പുറത്തേക്ക്. ഒടുക്കത്തെ പോക്ക് പോവാൻ ഇനി ഞാൻ കൊലവർക്ക് കത്തിച്ചേക്കാടി. ഇനി നിങ്ങളുടെ തള്ളയുടെ ആട്ടും തൂപ്പം കെട്ടി ഇവിടെ കഴിയാൻ പറ്റില്ല. മടങ്ങി ചെന്നാലേ എന്നെ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന എന്റെ അമ്മ ആങ്ങളമാരുണ്ട്.